നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് കേക്കാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ വൈനിനകത്തും അതുപോലെ ഫ്രൂട്ട് ജ്യൂസിനകത്തൊക്കെ സോക്ക് ചെയ്ത് കുറച്ച് നാൾ മുമ്പേ ഒക്കെ വെക്കാറാണ് പതിവ്. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളത് സോക്ക് ചെയ്യുന്നില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കണം. ഈ കേക്കിനൊരു ഫ്ലേവർ കൊടുക്കാനും ഒരു മണം കൊടുക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതൊരു ഇത്തിരി മതി, നമുക്ക് ഒരു ടീസ്പൂൺ വീതം എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിന് പ്രധാനപ്പെട്ട കുറച്ച് സ്പൈസസ് വേണം. അപ്പോൾ ഇതിന് ഒരു മണം കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്. ഒരു ജാതിക്ക അതിൻ്റെ തോട് കളഞ്ഞതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറുകപ്പട്ട, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പു, വലിപ്പമുള്ള ഗ്രാമ്പു ആണെങ്കിൽ 4-5 ഗ്രാമ്പു എടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ 5-8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഈ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇതിൻ്റെ പൊടി മൊത്തം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. കുറച്ചൊരു പോർഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം പൊടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു ഇച്ചിരി കൂടുതലിട്ടെന്ന് മാത്രം. അപ്പം കേക്കിന് ആവശ്യമായുള്ള സ്പൈസസ് നമ്മളിതുപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ഡ്രൈ ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഈ ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് നല്ല ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ധാരാളം എടുക്കുക. ഏത് ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മൾ ഇവിടെ ബദാം എടുത്തിട്ടുണ്ട്, അതുപോലെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറി ഉണ്ടെങ്കിൽ ചെറി എടുക്കുക. ബ്ലാക്ക് ഉണക്കമുന്തിരിങ്ങ, കറുത്ത ഉണക്കമുന്തിരിങ്ങ എടുക്കുക. അതാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ്. കറുത്ത ഉണക്കമുന്തിരിങ്ങ ആണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. നമ്മുടെ യെല്ലോ കളറിലെ മുന്തിരിങ്ങയെക്കാട്ടിൽ കറുത്ത മുന്തിരിങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെല്ലാം ഓരോ 2 ടേബിൾ സ്പൂൺ വീതമുണ്ട്. ഈ നട്ട്സ് എല്ലാം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയൊരു സോസ് പാൻ എടുക്കുക. അപ്പോൾ ആ സോസ് പാനിനകത്തോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഈ പാനിനകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. കാരണം നമ്മൾ ഫ്രൂട്ട് കേക്ക് ഉണ്ടാകുമ്പം ഷുഗർ കാരമലൈസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഒഴിക്കാറ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഷുഗർ കാരമലൈസ് ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ലൈറ്റ് കളറിലെയാണ്. ഇനി നമുക്കിതിനകത്തോട്ട് റെഡ് വൈനാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/3 കപ്പ് 85 ml റെഡ് വൈന് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വൈന് താല്പര്യമില്ലെങ്കിൽ മുന്തിരിങ്ങയുടെ ജ്യൂസ് ഇല്ലേ, ഡാർക്ക് കളറിലെ മുന്തിരിങ്ങയുടെ ജ്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ അതിനൊരു കളറും കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഉപയോഗിക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ബട്ടറിൻ്റെ കഷ്ണങ്ങളാക്കിയതാണ് ബട്ടർ. ഒരു 75 ഗ്രാം ബട്ടർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ലപോലെ ഒന്ന് പതയൊക്കെ വരുന്നിടം വരെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിൽ ഒരു 5-8 മിനിറ്റ് ഇതൊന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5-6 മിനിറ്റും കൂടി നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പാന് തണുക്കാനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്തിന് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. എന്നിട്ട് നമ്മൾ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാമിൻ്റെ 1 കപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് പൊടിച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ഒരു 3/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. കാരണം ഈ ഒരു ഫ്രൂട്ട് കേക്ക് എന്ന് പറയുമ്പം ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ പാടില്ല, ഇച്ചിരി ഒരു റഫായിട്ടായിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കേക്കിനൊരു കളർ കൊടുക്കുന്നതിന് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഈ കൊക്കോ പൗഡർ ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ഡാർക്ക് കളർ വേണ്ടാത്തവർക്ക് ഈ കൊക്കോ പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി ഈ ബൗളിനകത്തോട്ട്
നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിത് എസൻസ് ഒഴിക്കണം. നമ്മളിതിനായിട്ട് വാനില എസൻസോ അതുപോലെ തന്നെ ഈ പ്ലം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന എസൻസ് ഉണ്ട്. അപ്പോൾ അതോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പ്ലം കേക്കിൻ്റെ എസൻസാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് മാത്രം ഉപയോഗിച്ചാൽ ഈ സ്പൈസസ് ഇട്ടില്ലെങ്കിൽ തന്നെ നല്ലൊരു മണമാണ് ആ ഒരു എസൻസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്കിൻ്റെ ആ ഒരു നല്ല മണം തന്നെ കിട്ടും ഈ എസൻസ് ഒഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഞാനിവിടെ പ്ലം കേക്കിൻ്റെ എസൻസാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കില്ല, ഇലക്ട്രിക് ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല, കൈകൊണ്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പാനില്ലേ, ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിൻ്റെ പാനിന് അകത്തോട്ട് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഓറഞ്ചിൻ്റെ തൊലിയും നാരങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ബോയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അപ്പോൾ ഈ ഓൾ പർപ്പസ് ഫ്ലോറും അതെല്ലാം, അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങ് ബീറ്റ് ചെയ്തല്ല, ഇതങ്ങ് ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അങ്ങ് ഒത്തിരി അങ്ങ് തിന്നുമല്ല, എന്നാൽ ഒന്ന് ഒത്തിരി അങ്ങ് തിക്കുമല്ല. അപ്പോൾ ഇത്തിരി തിക്കായിട്ടിരിക്കണം ഇതിന്, ഈ ഒരു കേക്കിന് ഇച്ചിരി തിക്കായിട്ടിരിക്കുന്ന ആ ഒരു ബാറ്ററാണ് ആവശ്യം. അപ്പോൾ നമ്മുടെ കേക്ക് ഏതിനകത്താണോ ബേക്ക് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം. 8 ഇഞ്ച് കേക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കാം. ആ വശങ്ങളിലൊക്കെ കുറച്ച് ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിനിയും കേക്കിൻ്റെ മിക്സ് ഈ പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഇനി നമുക്ക് മുകളിലായിട്ട് കാഷ്യൂ നട്ട്സോ എന്ത് നട്ട്സ് ആണെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു നമ്മൾ ഓവനകത്താണെങ്കിൽ ഓവനകത്ത് ബേക്ക് ചെയ്തെടുക്കുക. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അത് ഓരോ ഓവനിനകത്ത് അതിൻ്റെ അനുസരിച്ച് ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടൈം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിനകത്താണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അകത്തായിട്ടൊരു റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിങ്ങോ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും വെക്കാം. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കേക്കിൻ്റെ ആ പാന ഇറക്കി വെക്കാം. എന്നിട്ട് കേക്ക് പാന ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് കവർ ചെയ്തതിന് ശേഷം ഇതൊരു 45 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ചിലപ്പം ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പം ടൈം ഇച്ചിരി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഒരു 45 മിനിറ്റ് ഒക്കെ ആകുന്നതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മിഡിലായിട്ട് കുത്തി നോക്കിയാൽ കേക്ക് വെന്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം കേക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കേക്ക് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ പാനിനകത്തുനിന്ന് കേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് നല്ല ഡാർക്ക് കളറായി. അപ്പോൾ കൊക്കോ പൗഡറും ഒക്കെ ബ്രൗൺ ഷുഗറും ഒക്കെ ഇട്ടതിന് ശേഷം ബ്രൗൺ ഷുഗർ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തു. ഇപ്പം ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്നാലും നമ്മൾ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കളറായപ്പോൾ നല്ല ഡാർക്ക് കളറിലാണ് നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. ഷുഗർ കാരമലൈസ് ചെയ്തും തയ്യാറാക്കുന്നതാണ്. അങ്ങനെ ഒരു കേക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അത് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള
ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.